ഹായ്, നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു അക്വേറിയം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന അക്വേറിയത്തിൻ്റെ സൈസ് വന്ന് 30, 19, 21 എന്നുള്ള സൈസുള്ള അക്വേറിയമാണ് എടുത്തേക്കുന്നത്. ഈ സ്കേപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് ഈ വുഡാണ്. വുഡിൻ്റെ പേര് വരുന്നത് സ്പൈഡർ വുഡ് എന്നാണ്. പിന്നെ നമ്മൾ സ്റ്റോൺസും വുഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഗ്ലൂ ആണ് ആ ചെറിയ ബോക്സിൽ കണ്ടത്. പിന്നെ കോമ്പസിൽ ഈ വുഡും സ്റ്റോണൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. എന്താ വെച്ചാൽ കോട്ടനോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും. അതിൻ്റെ കോമ്പസെൻ്റ് എന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുക. അത് ഈ യെല്ലോ കളർ വരുന്നുണ്ട്, ബ്രൗൺ കളർ വരുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്, പല ടൈപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ യെല്ലോ ടൈപ്പുള്ള കോമ്പസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രീൻ ഡ്രാഗൺ റോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, സിറി റോക്ക്. അത് വലിയ വെയിറ്റുള്ളതല്ല, ചെറിയ ടൈപ്പ് ക്രഷ് ടൈപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്തേക്കും വുഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു വുഡ് വന്നിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എങ്ങനെ കല്ലുകൾ നോക്കി വെക്കാം. എന്ന് വെച്ചാൽ പല ടൈപ്പല്ല വരിക. അപ്പോൾ വുഡ് ജസ്റ്റ് ഒരു കല്ലിൻ്റെ മുകളിലേക്ക് വുഡ് ഇങ്ങനെ പടർന്നു വന്നിരുന്ന് ഇങ്ങനെ ഉണ്ടാവും. ആ ടൈപ്പാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പല ഗ്യാപ്പുകളിലും ഈ സിറി റോക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ മോഡലായിട്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പതുക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് 2 3 വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 1 2 സിറി റോക്ക് ഞാൻ ഒട്ടിച്ചതിന് ശേഷം കാണിക്കുന്ന വീഡിയോ ആണിത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജസ്റ്റ് പൊക്കാനൊക്കെ പറ്റും. ഹാർഡായിരിക്കും, ഹാർഡ് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കോമ്പസിലൊക്കെ വെച്ച് ഗ്ലൂ ചെയ്ത് നമുക്കിങ്ങനെ ടേക്ക് ചെയ്യാം. പല മോഡലായിട്ട് നമുക്ക് വയ്ക്കാനൊക്കെ പറ്റും. ഞാനത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെ ഏത് രീതിയിൽ വയ്ക്കുന്ന ഏത് മോഡൽ വെച്ചാൽ ഭംഗി ഉണ്ടാവാന്നൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എപ്പോഴും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ടാങ്കിലേക്ക് ഇറക്കുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. അത് ലൈറ്റപ്പിലാണ് ഭംഗി വരിക. കുറച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കല്ലുകൾ ആഡ് ചെയ്യുക. കല്ലുകൾ ചിലപ്പോൾ എടുത്ത് മാറ്റാണ്ടാവും, അപ്പോൾ പൊട്ടിച്ചെടുക്കുക ഒന്നും കൂടെ. അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയകൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ കണ്ട ജസ്റ്റ് കല്ലുമ്മയുടെ ശരിക്കും റൂട്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ഓരോ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. ഓരോ കല്ല് വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വുഡ് കളക്ട് ചെയ്യാൻ നോക്കുക. റൂട്ടാണെങ്കിലും നല്ല ഡീറ്റെയിലിങ്. പിന്നെ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് കുറച്ച് പാറ്റേണിൽ ഒടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ചെയ്തിട്ട് അടുത്ത മോഡൽ ഉണ്ടാക്കാൻ പറ്റുന്ന വുഡുകൾ കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ 1 2 വുഡ് കൂടുതലെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ വുഡുകൾ കളക്ട് ചെയ്യുക. പിന്നെ ഞാനൊരു മുമ്പിലൊരു ഇതിലിപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലായിട്ടൊരു കല്ല് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അടിയിലേക്ക് ഒരു പാത്ത് പോണ പോലെ തന്നെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് മുമ്പിലൊരു റോക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗുഹ എന്ന് പറഞ്ഞ പോലെ. അതായത് ഈ നിയോൺ ടെട്ര, കാലൻ ടെട്ര, റെബിനോസ് ടെട്ര എന്നൊക്കെ പറഞ്ഞ പോലെ ടെട്രോളസ് കിട്ടുമ്പോൾ അതൊരു സ്കൂളിംഗ് ഫിഷാണ്. അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സോയിലാണിത്. ADA സോയിലാണ്, ആമസോണിയയുടെ ഇൻക്ലൂഡ് റൂട്ട് ടൈപ്സ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് ആ സോയിൽ വരിക ഇങ്ങനത്തെ ബാഗിൽ. ഇതിലിപ്പോൾ പൊട്ടിച്ചിട്ടതിന് ശേഷം കാണിച്ചു തരാം. ഇതൊരു ബ്രൗൺ കളറായിരിക്കും സോയിൽ വരിക, പ്യൂർ ബ്ലാക്ക് ആയിരിക്കില്ല. ഇത് റീയൂസബിൾ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കിപ്പോൾ റീസ്കേപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുക്കുക, ഒന്ന് ഡ്രൈ ചെയ്യുക, പിന്നെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യുക. വേണ്ട, എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബ്രൗൺ കളറായിരിക്കും. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നും. പക്ഷെ നോർമലായി വെള്ളം നിറയ്ക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് അല്ല ബ്രൗൺ കളറാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സോയിലെല്ലാതും ക്ലിയർ ആക്കിയിട്ട് പരത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച ആ വുഡ് ഇറക്കി വയ്ക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കുക. അപ്പോൾ ഞാൻ നോക്കി തന്നെ മനസ്സിലാവും വുഡ് ഈ ടൈപ്പിലാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിന് മനസ്സിലാവും ചെറുതായിട്ട് ആ ബ്രൗൺ കളർ സോയിലൊക്കെ ഒന്ന് ബ്ലാക്ക് ആവുന്നുണ്ട്. ശരിക്കും ഇത് ബ്രൗൺ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ADA സോയിൽ നമ്മൾ യൂസ് ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ADA സോയിൽ ഏതാ, അത് ചൈന സോയിൽ ഏതാ. ഇപ്പോൾ കാരിസ് ആണെങ്കിലും അതേപോലെ ഇസ്റ്റർ സോയിലാണെങ്കിലും നമുക്ക് തന്നെ മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ തന്നെ. ശ്രീപത്മ ബ്രാൻഡിൻ്റെ മോണ്ടിക്കാലാണ് യൂസ് ചെയ്യുന്നത്. ശ്രീപത്മ ബ്രാൻഡ് നമുക്ക് നാട്ടിൽ പോയി തപ്പിയാലും കിട്ടും, കലർ തപ്പിയാലും കിട്ടും, ഇപ്പോൾ UAE തപ്പിയാലും കിട്ടും. ഇവിടെ തപ്പിയാലും നമുക്ക് അത്യാവശ്യം സുപരിചിതമായ ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ ജെല്ലുണ്ടാവും. ജെല്ല് നമ്മൾ വാഷ് ചെയ്ത് കളയണം ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ അതിൻ്റെ ജെല്ലുകൾ പതുക്കെ അടർത്തി കളയണം. ഇങ്ങനെയാണ് ജെല്ല് കിട്ടുക. അപ്പോൾ നമ്മളിത് അടർത്തി കളഞ്ഞതിന് ശേഷം
ഇതിങ്ങനെ ഒരേ രീതിയിൽ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കണ്ടിട്ട് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് സോയിലിൽ നടാൻ പറ്റും. ഞാൻ കുറേ ടൈം എടുക്കും, ഒന്നെടുത്ത് സെറ്റാക്കി പിന്നെ എടുത്തിട്ട് ജെല്ല് കളഞ്ഞ് അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ എപ്പോൾ നടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റിമീറ്റർ അകലെ നടാൻ നോക്കുക പരമാവധി. അല്ലാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തെടുത്ത് നടുമ്പോൾ നമുക്ക് കുറേ പ്ലാന്റ് വേണ്ടി വരും. പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ മോണ്ടിക്കാറിലേക്ക് പെട്ടെന്ന് ബുഷായി വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് സിൽവർ മെമ്പറിൻ്റെ 2 ടിഷ്യൂ കൾച്ചർ പ്ലാന്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ഞാൻ ഇതിൽ മോണ്ടിക്കാറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്ക് സൈഡിൽ പ്ലാന്റ് ചെയ്യണം. ഇതിൽ ഞാൻ ആകെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ ഫുള്ള് കാർപ്പറ്റാണ്, ബാക്ക് സൈഡിൽ മാത്രം പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ സ്റ്റാർട്ട് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ ലാസ്റ്റ് വ്യൂ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതിലിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗം കവർ ചെയ്ത് വയ്ക്കണം, നല്ല ലൈറ്റപ്പ് കൊടുക്കണം. എന്നാലാണ് ഈ പെട്ടെന്ന് അത്യാവശ്യം ഗ്രോയൊക്കെ ആവുള്ളൂ. ഡ്രൈ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം ഫിലിമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അയക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും സ്ക്രൈപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.